BSNL ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാം ഡൗൺഗ്രേഡ് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിലുണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. BSNL ബ്രോഡ്ബാൻഡ് കണക്ഷൻ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഡൗൺഗ്രേഡ് ചെയ്യുന്നത്. ഒരുപാട് പേര് അങ്ങനെ വേണ്ട സമയത്ത് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്ത് ഡൗൺഗ്രേഡ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ കുറേ അധികം ആൾക്കാർക്ക് അതങ്ങനെ എങ്ങനെ ചെയ്യണമെന്നുള്ളതും അല്ലെങ്കിൽ നിലവിലുള്ള പ്ലാനുകളാണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാൻ അപ്ഗ്രേഡ് ഡൗൺഗ്രേഡ് നടക്കുന്നതെന്നുള്ളതും ഏത് രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം BSNL കേസിലേക്ക് വരുന്ന സമയത്ത് BSNL നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാനും ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. നമുക്കിപ്പം നമ്മൾ എടുത്തേക്കുന്ന പ്ലാൻ നമുക്ക് പോരാ, സ്പീഡ് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെന്ന് തോന്നുന്നത് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അതിനായിട്ട് പൈസയൊന്നും മേടിക്കാറില്ല. ആകെപ്പാടെ അതിലൊരു ലിമിറ്റേഷൻ വെക്കുന്നത് മാസത്തിൽ ഒന്നേ ചേഞ്ച് നടക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു പ്ലാനിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസം മാത്രം അടുത്ത അല്ലെങ്കിൽ വേറൊരു പ്ലാനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് അപ്ഗ്രേഡ് ആയാലും ഡൗൺഗ്രേഡ് ആയാലും അങ്ങനെ ഒരു ലിമിറ്റേഷൻ മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ അപ്ഗ്രേഡിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് BSNL അപ്ഗ്രേഡ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് വേണമെങ്കിൽ നമുക്ക് സെൽഫ് കെയർ പോർട്ടലിലേക്ക് നമുക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ പല മൊബൈൽ ആപ്പിലും പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് LCOയോ അല്ലെങ്കിൽ നമ്മുടെ BSNL ഓഫീസിലുള്ള GTOയോ വിളിച്ച് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റും. സെൽഫ് പോർട്ടലിൽ കൂടെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് അത് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി BSNL ഓഫീസിൽ തന്നെ വിളിച്ച് ചെയ്യാം. അതിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലോക്കൽ ഏരിയയിലെ നമ്മുടെ BSNL GTO ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചോ ഒക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കിൾ ഏതാണോ അതിപ്പം ആ ജില്ല ബേസ് ചെയ്ത് നോക്കുമ്പോൾ പത്തനംതിട്ടയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ, കോട്ടയമാണെങ്കിൽ കോട്ടയം, തിരുവനന്തപുരമാണെങ്കിൽ തിരുവനന്തപുരം, അതിൻ്റെ ഹെഡ് കസ്റ്റമർ സർവീസിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് ലൈൻ നമ്പർ പറഞ്ഞു കൊടുത്ത് നമുക്ക് ഏത് പ്ലാനിലേക്കാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ അപ്ഗ്രേഡ് ചെയ്ത് തരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സെൽഫ് കെയർ പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാം, അങ്ങനെ തന്നെ മാറി കിട്ടും. പിന്നെ ഡൗൺഗ്രേഡിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് BSNL നമുക്ക് തന്നെ സെൽഫ് കെയർ പോർട്ടലിൽ കൂടെ നമുക്ക് ഡൗൺഗ്രേഡ് ഓപ്ഷൻ ഇല്ല. ഡൗൺഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മാനുവലി റിക്വസ്റ്റ് തന്നെ കൊടുക്കണം. നമ്മൾ അങ്ങനെ ഒരു റിട്ടേൺ ഉള്ള രീതിയിൽ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ GTO ഉണ്ടെന്നുണ്ടെങ്കിൽ GTO അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിളിച്ചു പറയുകയോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു തരും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെഡ് കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞ് അവരോട് ലാൻഡ് ലൈൻ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അവർ ഡൗൺഗ്രേഡ് തരും. അപ്പം അപ്ഗ്രേഡിൻ്റെ കേസിൽ നമുക്ക് സെൽഫ് കെയറിൽ കൂടെ കയറി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, വിളിച്ച് പറഞ്ഞും ചെയ്യാം. പക്ഷേ ഡൗൺഗ്രേഡിൻ്റെ കേസിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് വിളിച്ച് പറഞ്ഞ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് LCO എടുത്ത് പറഞ്ഞും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ LCO എടുത്ത് പറഞ്ഞ് കഴിയുമ്പോൾ കുഴപ്പം LCOയ്ക്ക് ഡയറക്റ്റ്ലി ഇത് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ഇങ്ങനൊരു പ്ലാൻ ചേഞ്ച് അപ്ഗ്രേഡ് ആയാലും ഡൗൺഗ്രേഡ് ആയാലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും നമ്മൾ ഇന്നോളം തന്നെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ച് പറഞ്ഞല്ലെങ്കിൽ GTO വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഡിലേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് LCOയോട് വിളിച്ച് പറയുന്നതിലും ഭേദം നേരെ നമ്മൾ BSNL തന്നെ വിളിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു കാര്യമുള്ളത് BSNL കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് സാധാരണഗതിയിൽ ഇപ്പം ഹോം യൂസിനൊക്കെ ആൾക്കാർ എടുക്കുന്ന സമയത്ത് LCOയുടെ അടുത്തൊക്കെ ചോദിച്ച് അവർ പറയുന്നൊരു പ്ലാനായിരിക്കും നോർമലി എടുക്കാറ്. പക്ഷേ നമ്മൾ പൊതുവേ ബെറ്റർ ഓപ്ഷൻ എന്ന് BSNL ഒരു കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ പ്ലാൻ എടുക്കാനുള്ളൂ. ചില ആൾക്കാർ കൂടിയ പ്ലാനൊക്കെ പറയും, 999ൻ്റെയും 100 MB 200 MB ഒക്കെ എടുക്കാൻ പറയും. പക്ഷെ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ പ്ലാനിലേക്ക് പോയാൽ മതി. അപ്പോൾ എപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം കൃത്യമായിട്ട് അറിയത്തില്ല നിങ്ങളുടെ യൂസേജ് എങ്ങനെയാണ്, എത്ര സ്പീഡ് വേണ്ടി വരും എന്നൊക്കെ ഉള്ളതൊന്നും വലിയ ധാരണയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇനീഷ്യലി ഏറ്റവും ഒരു ബേസ് പ്ലാൻ കുറഞ്ഞ 399 എങ്കിൽ അത് ബേസ് പ്ലാനിലേക്ക് ആദ്യം പോവുക. അത് ഒരു മാസമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അത് പോരാ, സ്പീഡ് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അപ്ഗ്രേഡ് ചെയ്ത് പോവുക. അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ആദ്യം തന്നെ വലിയ പ്ലാൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതുപോലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ എടുത്ത് പോകാം. പക്ഷേ നോർമലി നമുക്ക് വലിയ ധാരണയില്ല എന്തോളം സ്പീഡ് വേണം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ബേസ് പ്ലാൻ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. അങ്ങനെ ആ ഒരു ഓപ്ഷൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSNL ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഇപ്പോൾ പ്രൈവറ്റ് പ്രീപെയ്ഡ് സർവീസ് എടുക്കുന്ന പോലെ BSNL ഒരു പോസ്റ്റ് പെയ്ഡ് ബില്ലിംഗ് സർവീസ് എന്നുള്ള രീതിയിലാണ്. ആ ബില്ലിംഗ് സർവീസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ നമ്മുടെ അടുത്ത് ബില്ലിംഗ് വന്ന് ആ രീതിയിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ രീതിയിലൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്ലാൻ ഏതാണോ ആ പ്ലാനിനനുസൃതമായിട്ടുള്ള ആ സെയിം പ്ലാൻ എമൗണ്ട് നമ്മൾ അതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 399 പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ബില്ല് വരുന്ന 399 പ്ലസ് GST ആയിരിക്കും. പക്ഷേ നമ്മൾ ആ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഈ 399 രൂപ പ്ലാനിൻ്റെ വാല്യൂ നമ്മുടെ ഇന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അവർ മേടിച്ച് വെക്കും. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഇപ്പം ഒരു വലിയ പ്ലാൻ എടുത്തു, ഇപ്പം 1499 പ്ലാനാണ് എടുത്തെന്ന് നോക്കും. അപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നിന്ന് ഫസ്റ്റ് മന്തിൽ അല്ലെങ്കിൽ പിന്നീടുള്ള മാസങ്ങളിലായിട്ടും ഈ 1499 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇട്ട് അവർ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ അത് അവിടെ കിടക്കും. നമുക്കത് കണക്ഷൻ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം റീഫണ്ട് ചെയ്യുന്ന രീതിയിലാണ് അത് മേടിച്ച് വെക്കുന്നത്.
ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ പ്ലാൻ എടുക്കുകയാണെങ്കിൽ അപ്പം 399 പ്ലാൻ എടുത്തു. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് 399 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളത് യൂസ് ചെയ്യുന്നു. പ്ലാൻ പോരാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്ലാനിലേക്ക് പോകുന്നു. അത് 499 വന്നിരിക്കട്ടെ. അപ്പോൾ 499 പോകുന്ന സമയത്ത് ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അപ്ഡേറ്റ് ആകുന്നത്. കാരണം 399 നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ആ ഒരു 499 വരുന്ന 100 രൂപ ഡിഫറൻസ്. അപ്പോൾ ആ 100 രൂപ കൂടെ അടുത്ത ബില്ലിലായിട്ട് ചിലപ്പം ഒറ്റ ബില്ലായിട്ടും വരാം, ചിലപ്പം സ്പ്ലിറ്റ് ചെയ്തും വരാം. അപ്പം വീണ്ടും 100 രൂപ കൂടെ മേടിച്ച് വീണ്ടും നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 499. അപ്പോൾ അങ്ങനെ കയറി പോകും. പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് ഈ 1499 പ്ലാനാണ് ആദ്യം എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 1499 മേടിച്ച് വെക്കും. പിന്നീടാണ് സപ്പോസ് നമുക്ക് തോന്നുവാണ് ഈ 1499 പ്ലാൻ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് 499 അല്ലെങ്കിൽ 599 എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പ്ലാൻ ഡൗൺഗ്രേഡ് ആയി കിട്ടും. പക്ഷേ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ച് അന്നേരം കിട്ടില്ല. അതവിടെ അതേപടി തന്നെ കിടക്കും. എത്രയാണോ നമ്മുടെ ഇന്ന് മാക്സിമം മേടിച്ചിരിക്കുന്നത് അത് അതേപടി ഇവിടെ കിടക്കും. നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരത്തില്ല. ആ പൈസ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ കണക്ഷൻ കട്ടാകുന്ന സമയത്ത് മാത്രമേ ഇവർ തിരിച്ചു തരത്തുള്ളൂ. അപ്പോൾ BSNL ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം അത് റീഫണ്ടബിൾ എമൗണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രോപ്പർ സമയത്തൊന്നും നമുക്ക് റീഫണ്ട് കിട്ടത്തൊന്നുമില്ല, അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്ത് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1499 രൂപയൊക്കെ ഇനിഷ്യലി കൊടുത്ത് ആ ഒരു പ്ലാനിലേക്ക് പോയി വീണ്ടും നമുക്കത് വേണ്ടാന്ന് തോന്നി നമ്മൾ ചെറിയ പ്ലാനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ 1499 രൂപ അവിടെ കിടക്കുവാണ്. അപ്പം ബെറ്റർ ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ എത്രയാണ് വേണ്ടെന്നുള്ള ധാരണ നമുക്ക് ആദ്യമില്ലെങ്കിൽ ചെറിയ പ്ലാൻ എടുത്തതിന് ശേഷം വേണ്ടെങ്കിൽ മാത്രം അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പ്ലാൻ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്ലാൻ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. മാസത്തിൽ 1 പോസിബിൾ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നമുക്ക് സമയമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പ്ലാൻ ചേഞ്ച് ചെയ്യാം. പക്ഷേ എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ബെറ്റർ എന്ന് പറയുന്നത് മന്തിൻ്റെ എൻഡിൽ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നതാണ് ബെറ്റർ. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പം നവംബർ മാസമാണെങ്കിൽ നവംബർ 29, 30 ആ ഒരു ഡേറ്റിൽ മാറുന്നതായിരിക്കും ഒരു പുതിയ പ്ലാനിലേക്ക് മാറുന്നത്. അപ്ഗ്രേഡ് ആയാലും ഡൗൺഗ്രേഡ് ആയാലും ആ ഒരു ടൈമിൽ മാറുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് 10-ാം തീയതിയോ 3-ാം തീയതിയോ 4-ാം തീയതി എന്ന് വേണമെങ്കിലും മാറാം. പക്ഷേ ഈ ബില്ലിങ്ങിൽ ഈ കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് മാറുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSNL പറഞ്ഞല്ലോ ഒരു നമ്മുടെ പോസ്റ്റ് പെയ്ഡ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തതിന് ശേഷമാണ് ബില്ല് വന്നുകൊണ്ടിരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മാസം നവംബർ 1-ാം തീയതി തൊട്ട് നവംബർ 30-ാം തീയതി വരെ യൂസ് ചെയ്തതിൻ്റെ പൈസയാണ് ഡിസംബർ 3-ാം തീയതി 4-ാം തീയതി ആയിട്ട് വരുന്ന ബില്ലിൽ വരുന്നത്. അപ്പോൾ ഡിസംബർ 4-ൽ വരുന്ന ബില്ല് എന്ന് പറയുന്നത് നവംബറിലെ എമൗണ്ട് ആയിരിക്കും. അത് പേ ചെയ്യാനായിട്ട് നമുക്ക് ഡിസംബർ 18-ാം തീയതി വരെ സമയം തരുന്നു. അങ്ങനെയാണ് നേരത്തെ ബില്ലിംഗ് വന്നത്. പക്ഷേ ഇപ്പം റീസെൻ്റായിട്ട് അവർ മാറ്റിയേക്കുന്നതെന്ന് വെച്ചാൽ പ്രീപെയ്ഡ് ബില്ലിംഗ് എന്നുള്ള രീതിയിലാക്കി. അതായത് ഡിസംബർ 4-ാം തീയതി വരുന്ന ബില്ല് നവംബറിലെ അല്ല, പകരം ഡിസംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 30-ാം തീയതി വരെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതിൻ്റെ എമൗണ്ടാണ് ഡിസംബർ 1 തന്നെ ബില്ല് വരുന്നത്. അത് നമ്മളോട് ഡിസംബർ 18-ാം തീയതി അടയ്ക്കാനും പറയും. പക്ഷേ ഇപ്പോഴും കുറച്ച് കസ്റ്റമേഴ്സിനെങ്കിലും പഴയ പോലെ പോസ്റ്റ് പെയ്ഡ് രീതി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ചെക്ക് ചെയ്തപ്പം അങ്ങനെ കുറച്ച് പേർക്ക് അങ്ങനെ ബില്ല് ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ മജോറിറ്റിയും ഈ ഒരു പ്രീപെയ്ഡ് ബില്ലിങ്ങിലേക്ക് മാറി. അതായത് നമ്മളോട് മുൻകൂർ പൈസ മേടിച്ചിട്ടാണ് ബില്ലിങ് പോകുന്നത്. അപ്പം അവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈ നവംബറിൽ തന്നെ കണക്കാക്കാം. നവംബർ 4-ാം തീയതി എനിക്ക് നവംബർ 1-ാം തീയതി മുതൽ നവംബർ 30-ാം തീയതി വരെയുള്ള ബില്ല് വന്നു. ഞാനത് നവംബർ 18-ന് മുമ്പായിട്ട് അടച്ചു. നവംബറിലെ ഫുള്ള് എമൗണ്ട് ഞാൻ പേ ചെയ്ത് പോയതാണ്. എന്നിട്ട് സപ്പോസ് ഞാൻ നവംബർ 15-ാം തീയതി പുതിയ പ്ലാനിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഞാൻ നവംബർ 1 തൊട്ട് 30 വരെയുള്ള അടച്ചു പോയി. അപ്പോൾ നവംബർ 15-ാം തീയതി ആ സമയത്തിലേക്ക് ഞാൻ പുതിയൊരു പ്ലാനിലേക്ക് ചെയ്തു. അപ്ഗ്രേഡ് ആകാം, ഡൗൺഗ്രേഡ് ആകാം, എന്തുമാകാം, ആ ഒരു സമയത്ത് ചെയ്തു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് 4-ാം തീയതി വരുന്ന ബില്ലിൽ ഈ പ്ലാൻ ചേഞ്ച് ആയ സമയം തൊട്ടുള്ള ബില്ല് ഡേറ്റ് കണക്കാക്കും. അതായത് നവംബർ 15-ാം തീയതി മുതൽ ഡിസംബർ 31-ാം തീയതി വരെയുള്ള ദിവസത്തെ കണക്കാക്കി, അതായത് പുതിയ പ്ലാൻ അനുസരിച്ച് ഇത്രയും ദിവസത്തെ, അതായത് 1.5 മാസത്തെ കണക്കാക്കിയായിരിക്കും ഡിസംബർ ഫസ്റ്റ് വീക്ക് ബില്ല് വരുന്നത്. എന്നിട്ട് അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസംബറിൽ അടയ്ക്കേണ്ടത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ നവംബർ 1-ാം തീയതി മുതൽ നവംബർ 30-ാം തീയതി വരെയുള്ളത് പഴയ പ്ലാൻ അനുസരിച്ച് പേ ചെയ്ത് പോയി. വീണ്ടും പുതിയ പ്ലാൻ അനുസരിച്ച് ഞാൻ നവംബർ 15-ാം തീയതി തൊട്ട് ഡിസംബർ വരെ എടുക്കണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു നവംബർ 15 തൊട്ട് നവംബർ 30 വരെയുള്ള സമയത്തേത് 2 ബില്ലിലും വന്നു. പഴയ പ്ലാനിലും വന്നു, പുതിയ പ്ലാനിലും വന്നു. പക്ഷേ ഈ എമൗണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിക്കുന്നത് ഇത് അഡ്ജസ്റ്റ് ആയി നമുക്ക് കിട്ടും. അല്ലാതെ ഇത് പൈസ പോകത്തൊന്നുമില്ല. നമുക്കത് ചില സമയങ്ങളിൽ നെക്സ്റ്റ് ബില്ലിൽ തന്നെ അഡ്ജസ്റ്റ് ആയി കിട്ടും, അല്ലെങ്കിൽ ഇത് പിന്നീടുള്ള ഏതെങ്കിലും ബില്ലിൽ അഡ്ജസ്റ്റ് ആയി കിട്ടും. പക്ഷേ എന്നെ കുഴപ്പമെന്ന് ചെയ്ത് നമുക്ക് അറിയത്തില്ല ഇത് എപ്പോഴും അഡ്ജസ്റ്റ് ആയി കിട്ടുന്നതെന്ന്. കാരണം എനിക്ക് തന്നെ റീസെൻ്റ് ആയിട്ട് സംഭവിച്ചു. ഞാനത് പ്ലാൻ ചേഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് സ്റ്റാറ്റിക് ഐ പി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം ഡിസ്കണക്റ്റ് ആകുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ ഈ പ്ലാൻ ചേഞ്ച് ചെയ്ത കൂടെ തന്നെ ഇവരുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡും വന്നു. അപ്പോൾ അപ്ഗ്രേഡും വന്ന കാരണം എൻ്റെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് റിഫ്ലക്റ്റ് ആയില്ല. കമ്പാരിറ്റീവ്ലി ഡൗൺഗ്രേഡ് ചെയ്ത സമയത്ത് കുറഞ്ഞ റേറ്റ് വരേണ്ടടുത്ത് ഡബിൾ എമൗണ്ട് എനിക്ക് വന്നു. വീണ്ടും ഞാൻ അവരുടെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഈ സിസ്റ്റം ചേഞ്ച് വന്ന സമയത്ത് എന്തോ എറർ അടിച്ചതാണ്. പിന്നെ അവരത് മാനുവലി റിമൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു.
അപ്പം അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോൾ നടക്കുന്നു എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ ഈ പ്ലാൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പിന്നീടുള്ള ബില്ലുകളിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ആയിരിക്കില്ല വരുന്നത്. പക്ഷേ പൈസ പോകും അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇത് അഡ്ജസ്റ്റ് ആകും. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കത്തില്ല ഇത് ഏത് സമയത്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പം നെക്സ്റ്റ് ബില്ലിലായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ബില്ലായിരിക്കും. നമുക്കിത് ഓർത്തിരിക്കത്തില്ല. മാത്രമല്ല നമ്മൾ ഈ പ്ലാൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അപ്ഗ്രേഡ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വ്യത്യാസം വരും. അപ്പോൾ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചിലപ്പം ഇവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പല മന്തിൽ സ്പ്ലിറ്റ് ചെയ്ത് 6 മാസം 4 മാസം എന്നുള്ളത് ഇത് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഓരോ ബില്ലിലും അതിനനുസരിച്ചുള്ള ഡിഫറൻസ് അവിടെയും വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ പ്ലാൻ എടുത്തു, അത് GST കൂടെ അനുസരിച്ച് ഇത്രയാണ് വരേണ്ടത്. പക്ഷേ ആ എമൗണ്ട് ആയിരിക്കില്ല വരുന്നത്. പക്ഷേ ഇത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല മാസത്തെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിരിക്കാം. പക്ഷേ നമുക്കത് സാധാരണക്കാരന് പെട്ടെന്ന് ഇത് പിടികിട്ടാൻ പാടാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ബെറ്ററായിട്ട് ഈ ഒരു മന്ത് എൻഡിലേക്ക് 30-31 ആ ഒരു സമയത്തിലേക്ക് മാറ്റുവാണെങ്കിൽ സപ്പോസ് ഒരു ഡിഫറൻസ് ഉണ്ടായാൽ പോലും അത് ഒരു ദിവസം ഡിഫറൻസേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ആ ഒരു മന്ത് എൻഡിൻ്റെ സമയത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കും. പക്ഷേ പൈസയുടെ കേസിൽ കുഴപ്പങ്ങളൊന്നുമില്ല, അത് അഡ്ജസ്റ്റ് ആയിക്കോളും. പക്ഷേ നമുക്ക് എപ്പോഴാണെന്നുള്ളതും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ആവുന്നുള്ളതും സാധാരണക്കാരൻ നോക്കിയാൽ ചിലപ്പോൾ പിടികിട്ടണമെന്നില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പ്ലാൻ അപ്ഗ്രേഡ് ഡൗൺഗ്രേഡ് പോലുള്ള കാര്യങ്ങളും പിന്നെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോൾ ചേഞ്ച് ചെയ്താലാണ് ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഒഴിവാകുന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.